ഹായ് ഫ്രണ്ട്സ്, ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ഫയൽ ലക്ഷ്യ പുറത്തിറക്കുന്നില്ലേ എന്ന് ധാരാളം കുട്ടികൾ മെസ്സേജായും അല്ലാതെയും ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വിജ്ഞാപനം വരുമ്പോൾ ഈ ചോദ്യങ്ങളുടെ എണ്ണം കൂടുകയും ചെയ്യും. എപ്പോഴും ഉദ്യോഗാർത്ഥികൾ വിശ്വസ്തയോടെ വാങ്ങുന്ന ബുക്കാണ് ലക്ഷ്യയുടെ എല്ലാ പ്രസിദ്ധീകരണങ്ങളും. ഒരു ബുക്കുകളും ലക്ഷ്യ ഉദ്യോഗാർത്ഥികളെ നിരാശപ്പെടുത്തിയിട്ടില്ല എന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസവും. കൂടുതൽ ബുക്കുകളും നിങ്ങളെ പരിചയപ്പെടുത്തുന്നതും ഞാൻ തന്നെയാണ്. ഡിഗ്രി ലെവലിനായിട്ട് ലക്ഷ്യ റാങ്ക് ഫയലുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനമായി പുറത്തിറക്കിയ റാങ്ക് ഫയൽ പോലും ഏകദേശം 4500ഓളം പേജുകളാണ് ഉണ്ടായിരുന്നത്. അപ്പം ഈ ബുക്കിന്റെ പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടായിട്ട് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞത് ഈ ബുക്കിന്റെ വലിപ്പമായിരുന്നു. വളരെ വലിയ ബുക്ക്, 4500 പേജ് 4 ബുക്കുകളിലായി കൊണ്ട് നടക്കുക എന്നത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതിനൊരു പരിഹാരം ഉണ്ടാകണം എന്ന് കരുതി SCRT ബുക്ക് ലക്ഷ്യ പബ്ലിഷ് ചെയ്തത് നിങ്ങൾക്കറിയാം. ഓരോ വിഷയങ്ങൾക്കും ഓരോ ബുക്കുകളായിട്ടാണ് ലക്ഷ്യ പബ്ലിഷ് ചെയ്തത്. എല്ലാ ബുക്കുകളും വാങ്ങിയ ഉദ്യോഗാർത്ഥികളുണ്ട്. എല്ലാവർക്കും ആ SCRT ബുക്കിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് ഉള്ളത്. ഇത്തവണ വലിയ ഒരു റാങ്ക് ഫയൽ ഇറക്കുന്നതിന് പകരമായി കൂടുതൽ കണ്ടന്റ് ഉൾപ്പെടുത്തി ഓരോ വിഷയങ്ങൾക്കും പ്രത്യേകം ബുക്കുകളായി പ്രസിദ്ധീകരിക്കാൻ ലക്ഷ്യം തീരുമാനിച്ചു. അങ്ങനെ ആദ്യമായി പുറത്തിറക്കിയ ബുക്ക് കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടുള്ള ആ കവർ പേജ് ആണ്. അപ്പൊ നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ബുക്കിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നൊന്ന് പരിശോധിക്കാം. ഇതിന്റെ ടോട്ടൽ പേജുകൾ 688 പേജുകളാണ്. ഇതിൽ 376 പേജുകളിലാണ് സിലബസ് പൂർണ്ണമായും കവർ ചെയ്തിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷനിലെ മുഴുവൻ വസ്തുക്കളും സിവിക്സിലെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട വസ്തുക്കളുമാണ് ഈ സിലബസ് മുഴുവൻ ഉൾപ്പെടുത്തി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇതിന്റെ റഫറൻസ് ആയിട്ട് എടുത്തത് പ്രധാനമായിട്ടും SCRT ടെക്സ്റ്റ് ബുക്ക് ആണ് റഫറൻസ് ഉള്ളത്. മറ്റൊന്ന് NCERT ടെക്സ്റ്റ് ബുക്ക് പൂർണ്ണമായും കവർ ചെയ്തിട്ടുണ്ട്. ലിറ്ററസി മിഷന്റെ ടെക്സ്റ്റ് ബുക്കും കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബുക്കിൽ എടുത്തു പറയുന്നുണ്ട് ഇത് ലിറ്ററസി മിഷനിൽ പറയുന്ന വസ്തുതയാണ്. അപ്പൊ 376 പേജുകളിലായിട്ട് സിലബസ് പൂർണ്ണമായും കവർ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തെങ്കിൽ ബാക്കി 688 പേജിൽ എന്താണ് എന്നുള്ളതാണ് അടുത്തത് പറയാൻ പോകുന്നത്. 252 പേജുകളിലായി 2021 മുതൽ 24 വരെ PSC ആവർത്തിച്ച എല്ലാ ചോദ്യങ്ങളും വെറുതെ ഉൾപ്പെടുത്തിയിട്ടല്ല, ഹെഡ് വൈസ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഈ ഹെഡ് വൈസ് എന്ന് പറഞ്ഞാൽ, ഒരു എക്സാമ്പിൾ ഞാൻ കുറച്ച് പേജസ് ഇവിടെ ഇട്ടിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് 2021-24 എന്നാണ് ഹെഡിങ്. ഭരണഘടന എന്നാണ് ഹെഡിങ് കൊടുത്തേക്കുന്നത്. തൊട്ടടുത്ത പേജ് നോക്കിയേ, ഇന്ത്യൻ ഭരണഘടന വിവിധ രാജ്യങ്ങളിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ എന്നാണ് ഹെഡ്. ഏകദേശം 48ഓളം ചോദ്യങ്ങളാണ് ഇതുവരെയായും വിവിധ രാജ്യങ്ങളിൽ നിന്നും കടമെടുത്ത ആശയങ്ങളായിട്ട് PSC ചോദിച്ചിട്ടുള്ളത്. ആ ചോദ്യങ്ങൾ മുഴുവൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ ഓരോ ഹെഡും ടോട്ടൽ പേജസിന്റെ എണ്ണം നോക്കിയേ, 252ഓളം പേജുകളിലായിട്ടാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ. അതായത് ഇതൊരു റാങ്ക് ഫയൽ മാത്രമല്ല, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് കൂടെയാണ്. രണ്ടും നിങ്ങൾക്ക് ഒറ്റ ബുക്കിൽ ലഭിക്കുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ചുമ്മാ പേരിന് വേണ്ടിയിട്ട് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തി എന്നുള്ളതല്ല. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് എന്ന് വ്യക്തമായി മനസ്സിലാവുന്ന രീതിയിൽ നോട്ടിഫിക്കേഷൻ നമ്പർ ഉൾപ്പെടെ കൊടുത്താണ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലെയും ഓരോ ചോദ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ബുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുഴുവൻ കണ്ടന്റും പരമാവധി കണ്ടന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം 40 പേജുകളിലായി 2012 മുതൽ 24 വരെ UPSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന മേഖലയിൽ നിന്നും UPSC ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഈ ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് UPSC ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ മറ്റൊരു ബുക്ക് തേടി പോകേണ്ടതില്ല. ഈ ബുക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കണ്ടന്റ് പരമാവധി ലഭിച്ചിരിക്കും. ആ ചോദ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇനി PSC ചോദിക്കാൻ പോകുന്ന ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആ പ്രീവിയസ് ക്വസ്റ്റ്യനും UPSC ക്വസ്റ്റ്യൻസും വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും. ഇതിൽ നിന്നും തീരുന്നില്ല. അപ്പൊ UPSC ക്വസ്റ്റ്യൻസ് 2012 മുതൽ 24 വരെയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിനുശേഷം ട്രയൽ ബ്ലേസിംഗ് സീരീസ് എന്ന പേരിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു പ്രാക്ടീസ് സെഷൻ എന്ന പേരിൽ 75ഓളം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും UPSC ചോദ്യങ്ങൾ കണ്ടുവരുന്ന ഒരു ഉദ്യോഗാർത്ഥികൾക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് 75ഓളം ചോദ്യങ്ങൾ വീണ്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് എന്ന പരീക്ഷയിൽ ഉന്നത റാങ്ക് നേടുന്നതിനായി ഭരണഘടനയിൽ നിന്നുള്ള മുഴുവൻ കാര്യങ്ങളും, പ്രീവിയസ് ക്വസ്റ്റ്യനും UPSC ക്വസ്റ്റ്യൻസും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും
ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് പിക്ചേഴ്സ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ 2 പിക്ചേഴ്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദയവായി ഒന്ന് കാണാൻ ശ്രമിക്കുക. അതൊരു ചോദ്യമായിട്ട് ഇനി വരാം. നമ്മുടെ ഭരണഘടനയുടെ ഒറിജിനൽ എഴുതിയ ഡോക്യുമെന്റ് ഉണ്ടല്ലോ, ഒറിജിനൽ പതിപ്പിൽ ഇന്ത്യൻ ഭരണഘടന ഭാഗങ്ങളായിട്ട് തരംതിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. ആ ഭാഗം 1 പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ചിത്രം എന്താണ് എന്നത് ഇനി PSC പരീക്ഷകളിലൊക്കെ ചോദിക്കാം. ദ ഇൻഡസ് വാലി ബുൾ സീലാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 2ാം ഭാഗത്തിലോ ഗുരുകുൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചാണ് ആ പിക്ചർ പ്രതിപാദിക്കുന്നത്. ഇനി 3ാം ഭാഗമാണെങ്കിലോ 3ാം ഭാഗം പ്രതിപാദിക്കുന്നത് രാമ, സീത ആൻഡ് ലക്ഷ്മണ എന്ന പിക്ചറാണ് 3ാം ഭാഗത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ, 4ാം ഭാഗത്തിൽ പ്രസിദ്ധീകരിക്കുന്ന നോക്കിയേ, ശ്രീകൃഷ്ണൻ അർജുനോട് ഗീതോപദേശം നൽകുന്നതിനെ കുറിച്ചാണ് 4ാം ഭാഗം പ്രതിപാദിക്കുന്നത്. 5ാം ഭാഗം ഗൗതമ ബുദ്ധന്റെ പടമാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ 6ാം ഭാഗം മഹാവീരന്റെ പടമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഞാനൊരു ഭംഗിക്ക് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞങ്ങളുടെ ബുക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മുഴുവൻ കണ്ടന്റും അത് വളരെയധികം റിസർച്ച് ചെയ്ത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രയോജനപ്പെടണം എന്ന രീതിയിൽ തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും റെഫറൻസ് ആയിട്ടും ഒരു വിഷയത്തിൽ നിന്നുള്ള പൂർണ്ണമായ മാർക്ക് നേടുന്നതിനായിട്ടും ഈ ബുക്ക് നിങ്ങളെ സഹായിക്കും. ഈ ബുക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓർഡർ ചെയ്യാം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ഷോപ്പുകളിലും ഈ ബുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ലക്ഷ്യയുടെ വെബ്സൈറ്റിൽ നിന്ന് ഇത് ഡയറക്റ്റ് ഓർഡർ ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് ഈ ബുക്ക് എത്തും. തിരുവനന്തപുരത്ത് മാത്രമാണ് ലക്ഷ്യമുള്ളത്. തിരുവനന്തപുരത്തുള്ള ഏത് ബ്രാഞ്ചിലും നിങ്ങൾക്ക് പോയാൽ ഈ ബുക്ക് അവിടെ അവൈലബിൾ ആണ്. നേരിട്ട് ഡിസ്കൗണ്ട് റേറ്റിൽ ബുക്ക് വാങ്ങാവുന്നതുമാണ്. കൃത്യമായും പഠിക്കുക, വളരെ ആത്മവിശ്വാസത്തോടുകൂടി പഠിക്കുക, കഷ്ടപ്പെട്ട് പഠിക്കുക, അതും ഇഷ്ടപ്പെട്ട് തന്നെ പഠിക്കുക. താങ്ക് യു.